ഒരു ക്രിസ്മസ് ദിവസത്തിലത്തെ മുഴുവൻ സദ്യവട്ടവും ഒരുക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ ശ്രീയാണ് കേട്ടോ. ഗുരുവായൂരപ്പനെ വിളിച്ചിട്ടാവാം യേശു അപ്പച്ചനുള്ള സദ്യ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിവസം ഇവിടെ തുടങ്ങാണ്. മഞ്ഞണിഞ്ഞ നമ്മുടെ വല്ലൂരിൻ്റെ മണ്ണിൽ ദാ പുതിയൊരു ക്രിസ്മസ് പുലരി കൂടി ഇങ്ങനെ ഉയരാൻ പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരി കുറച്ചു നേരം കിളികളോടും പൂക്കളോടൊക്കെ സല്ലപിച്ച് നിൽക്കലെ മനസ്സിലൊരു ആശയം തോന്നി. എന്നാൽ പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ മുഴുവൻ വിഭവങ്ങളും ഒരുക്കിക്കൊണ്ട് 2 ദിവസം മുന്നേ നമ്മുടെ ക്രിസ്മസിനെ വരവേൽക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു പുതിയ ലൈറ്റ് സ്റ്റാൻഡാണ് കേട്ടോ. ലൈറ്റിന് ഭയങ്കരമായിട്ടുള്ള മാജിക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അതിസുന്ദരികളായിട്ടോ സുന്ദരന്മാരായിട്ടോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതിൻ്റെ മുക്കാഭാഗം പങ്കും നിർവഹിക്കുന്നത് ഇതാ ഈ ലൈറ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ക്രിസ്മസിന്റെ തിരക്കിലൊക്കെ ആവുന്ന പ്രതീക്ഷ. വലിയ കാര്യത്തില് മൈക്കൊക്കെ വെച്ച് നിങ്ങളോട് കുറെ കത്തിയടിക്കാന്ന് വിചാരിച്ച് വന്നപ്പോ ഇതാണടാ അവസ്ഥ. ആക്ച്വലി എന്നിട്ടുണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അറിഞ്ഞൂടാ, ശബ്ദം വരുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി പൗണ്ടിന്റെ അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. ഇറച്ചി മീൻ ഐറ്റംസ് ഒക്കെ മേടിച്ചാലല്ലേ ക്രിസ്മസിനുള്ള സദ്യക്കുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലെത്തുള്ളൂ. അങ്ങനെ പൗണ്ടിന്റെ അവിടേക്ക് പോകുന്ന വഴിയിലും ഭാഗ്യനും ഞാനും കുറേ ഇരുന്ന് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. പക്ഷെ മൈക്ക് ചതിച്ച് ഒന്നും കേൾക്കണ്ടായിരുന്നില്ല. അങ്ങനെ പോർക്ക് മേടിച്ചു, ബീഫ് മേടിച്ചു, പിന്നെ മീൻ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫഹദിൽ കയറി പാച്ചുവിനെയും അതുപോലെ തന്നെ ഇക്കാനെയും കണ്ടു, ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. അവരുടെ മനോഹരമായ ശബ്ദമൊന്നും നമ്മുടെ വീഡിയോയിൽ പതിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ വീട്ടിലെത്തി അവിടെ നിന്ന് മേടിച്ച കരിക്ക് കണ്ട് നമ്മൾ ഇന്ന് കാലത്തെ ഇസ്റ്റും അതുപോലെ തന്നെ അപ്പവും ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നാളികേരത്തിന് പകരം ഈ കരിക്കിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അപ്പവും ചിക്കൻ ഇസ്റ്റുമാണ് നമ്മുടെ കാലത്തെ സ്പെഷ്യൽ. ഇതന്നെയാണ് എല്ലാ വീടുകളിലും, നമ്മുടെ തൃശ്ശൂർക്കാരെ എല്ലാ വീടുകളിലും ഏകദേശം ഉണ്ടാവുക കേട്ടോ. അപ്പം നമുക്കും അതുമ്മ പിടിക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, ഇനി ക്രിസ്മസ് വരയ്ക്ക് എനിക്ക് വേറെ ഒന്നും വെക്കേണ്ടി വരില്ല. ക്രിസ്മസിന്റെ അന്നൊക്കെയും വെക്കേണ്ടി വരില്ല. നമ്മളിവിടെ തുച്ഛമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ, കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അത് കാരണം കൊണ്ട് ബീഫും ചിക്കനും സാധനങ്ങളും പലചരക്കും കാലത്ത് അപ്പത്തിലേക്ക് വേണ്ടതും സാമ്പാറിലേക്ക് വേണ്ടതും പച്ചക്കറികളായിട്ടൊക്കെ ഭാഗ്യം ഞാനും കൂടി പോയി മേടിച്ചിട്ടുണ്ട്. ശ്രീകുട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ പരിപാടികൾ പതുക്കെ അങ്ങോട്ട് തുടങ്ങാല്ലേ. വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടെങ്കിലും ചോറില്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ചോറുമ്പോൾ തന്നെ തുടങ്ങാം. വെള്ളം തിളപ്പിച്ച് അരിയിടുന്നു. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലല്ല തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുന്നു. അതാണ് നമ്മുടെ ചോറ്. അപ്പോൾ ഫഹദീന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. കേക്കൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ബട്ടറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പതിവ് പോലെ തന്നെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ മുടങ്ങാതെ മേടിക്കുന്ന മിഠായിയൊക്കെ മേടിക്കില്ലേ നമ്മൾ പിള്ളേർ, അതുപോലെ മേടിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ദന്തജാവന ചൂർണം, അതായത് നമ്മുടെ പൽപ്പൊടി. അത് ഞാൻ എപ്പോഴും മേടിക്കും. പിന്നെ ഈ സ്പ്രേ കുപ്പി നമ്മുടെ വീട്ടിലത്തെ ഒരു അവിഭാജ്യ ഘടകമാണ്. പ്രാണികളെയും അതുപോലെ തന്നെ പാറ്റേനെയും പല്ലീനെയും ഒക്കെ അകറ്റുന്നത് ഈ സ്പ്രേ കുപ്പിയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് ഒക്കെ തെളിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ വീട്ടിൽ വലിയ കാര്യമായിട്ടുള്ള പാറ്റയും പല്ലിയും പ്രാണികളൊന്നുമില്ല. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ അംഗം. അപ്പോൾ നമുക്ക് പൊൻകതിറിൻ്റെ ഈ ഒരു അപ്പം മിക്സ് ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാകുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും നമ്മൾ തലേദിവസം ഇപ്പോൾ അരി അരച്ച് വെക്കാൻ മറന്നു എന്നുണ്ടെങ്കിൽ കാലത്ത് എണീറ്റാലും കാര്യങ്ങൾ നടക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള പൊടികൾ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കവറിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പൊടി എടുക്കുകയാണെങ്കിൽ അതിൽ 900 ml 900 മില്ലി വെള്ളം ഒഴിക്കുന്നു, പഞ്ചസാര ഇടുന്നു, ഉപ്പിടുന്നു, 1 മിനിറ്റ് നമ്മുടെ ബ്ലെൻഡറിൽ ഒന്ന് കറക്കുന്നു, പിന്നെ 1 മണിക്കൂർ മാറ്റി വയ്ക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതിൽ നമ്മുടെ ആ കരിക്ക് കിട്ടുമെന്ന് മാത്രം കേട്ടോ. പിന്നെ നമുക്ക് നാളികേരം പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്ലെൻഡറിലത്തെ ആ ഒരു സംഭവം ഗ്ലാസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് വീർത്ത് വരുമ്പോഴേ ഒന്ന് കലക്കി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. സുഗുണ ചിക്കൻ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇസ്റ്റു കറി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് കഷ്ണം മാത്രമായിട്ട് കിട്ടും. നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വേവിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഇന്നത്തെ കറികളൊക്കെ വെക്കണത്. സുഗുണ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ സവോളയും ഒരു 2 സവോളയും കുഞ്ഞി സവോളയായിരുന്നു, പിന്നെ നമ്മൾ നാരങ്ങ നീരും 2 പച്ചമുളകും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ അതൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ പടി പിടിച്ചു പോകും നമ്മുടെ ചിക്കൻ. ബീഫാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. ചിക്കൻ ആകുമ്പോൾ കുക്കറിലിട്ട വെള്ളം അങ്ങനെ ഇറങ്ങി വരാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾ അടച്ച് വെച്ച്
വേവിക്കുമ്പോൾ വെള്ളം വരില്ലേ, നമ്മുടെ കറികളിലൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങാറുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചത് അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഗ്രേവിക്കുള്ള സംഭവങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അതിനൊരു വലിയ സബോള എടുത്തിട്ടുണ്ട്, നമ്മൾ കുനുകുന അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാട്ടോ ഇതൊക്കെ, പക്ഷെ ഇപ്പോൾ ഇടണില്ല, പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഒരു കഷ്ണം ഒരല്ലി വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും നമ്മുടെ ഇടിക്കലിനെ കൊണ്ട് നന്നായിട്ട് ഇടിച്ചെടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പട്ടയും കറിയാമ്പൂവും ഒരു ഏലക്കായും നമ്മൾ അതൊന്ന് ചതച്ച് നമുക്ക് നമ്മുടെ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇടിച്ച് വെച്ചിട്ടുണ്ടാകുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള നമ്മുടെ സബോളയും പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയതും പച്ചമുളകും കൂടി നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ എനിക്ക് തോന്നി ഈ പാത്രം പോരാ, പാത്രത്തെ മാറ്റേണ്ടിയിരിക്കുന്നു എന്ന്. എന്നാലും നമ്മൾ ചിക്കൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്, പെട്ടെന്ന് വഴണ്ട് വരുമല്ലോ, ശാസ്ത്രം സ്വാഭാവികം. അങ്ങനെ നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ എല്ലോടുകൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ. ഇവിടെ ശ്രീകുട്ടനും ഭാഗ്യനും ഈ എല്ലുള്ള ചിക്കൻ പണിയാണല്ലോ, സ്വാഭാവികം. അപ്പോൾ നമ്മൾ പാത്രം മാറ്റി ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റും ഒരു 8 വിസിൽ മതി, ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കറികൾ പിറ്റേ ദിവസത്തേക്കാണ് എപ്പോഴും ടേസ്റ്റ് വരാറുള്ളത്. അത് കാരണം തലേദിവസം തന്നെ ഒരു ഐഡിയോട് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നല്ല വഴട്ടി നമുക്ക് അടിക്കാം ക്രിസ്മസിൻ്റെ അന്ന്. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാം പാലുണ്ടല്ലോ, നാളികേരത്തിൻ്റെ രണ്ടാം പാലിൽ നമ്മൾ അതൊന്ന് നന്നായിട്ട് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വരുന്ന വിധം അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി വെതറി പിന്നെ നമ്മുടെ കറിവേപ്പിലിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തീ ഒന്ന് കത്തിച്ചു കൊടുക്കുക, തിളയ്ക്കണ്ട. എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആ കറി ഇങ്ങനെ ഇളക്കി നോക്കുമ്പോഴേ നല്ല കുറുകുറായിരിക്കുന്ന ഇഷ്ട് കറി റെഡി ആയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ഇവിടെ തൃശ്ശൂരുകാരുടെ ഇടയിൽ കാലത്ത് മെയിനായിട്ടുള്ള പലഹാരം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കള്ളപ്പം, നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കുന്ന കള്ളപ്പം, ഇതുപോലെ കറികളും, അല്ലെങ്കിൽ ഈ അപ്പവും പിന്നെ ഇതുപോലെ ഇഷ്ട് കറിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മുമ്പ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ അപ്പം ഉണ്ടല്ലോ, അത് നന്നായിട്ട് വീർത്ത് വന്നു. എൻ്റെ മുഖത്തെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അതവിടെ അങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ സൂര്യൻ എൻ്റെ മുഖത്ത്. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങളിൽ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഇളനീരിൻ്റെ ആ ഒരു മണവും ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ നല്ല അച്ചായന്മാരുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുമിളകളൊക്കെ വന്നിങ്ങനെ എടുക്കുമ്പോഴേ നല്ല ഭംഗിയാണ് അപ്പം കാണാൻ വേണ്ടിയിട്ടും. നല്ല സോഫ്റ്റായിട്ട് ആ ചിക്കനിലൊക്കെ മുക്കി അങ്ങോട്ട് വായിൽ വെക്കുമ്പോൾ എൻ്റെ സാറേ എന്നുള്ളൊരു വിളി ഉണ്ടല്ലോ, അത് വരും. എനിക്കിങ്ങനെ സൈഡൊക്കെ മുരിഞ്ഞിട്ടുള്ള അപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ അപ്പം സെറ്റായി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടുകറിയും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി പതുക്കെ വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ നമുക്ക് നിമിന്ന് അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒപ്പം ഇച്ചിരി മധുരം കുറച്ച് നല്ലൊരു ചായയും സെറ്റാക്കാം. കുറുകുറായിരിക്കുന്ന നമ്മുടെ ഇഷ്ട് കറി എന്ന് പറഞ്ഞില്ലേ, കണ്ടില്ലേ, നല്ല കുറുകുറാന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതും നമ്മുടെ അപ്പവും പിന്നെ ചായയും. എന്താണ്, ഞങ്ങൾക്ക് 2 ദിവസം മുന്നേ സത്യം പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ ഒരു ഷൂട്ട് നടന്ന കാരണം കൊണ്ട് ഇതേ കണ്ട. അപ്പം നമ്മുടെ വിഭവങ്ങളൊക്കെ ഭാഗ്യനും ശ്രീകുട്ടനും നമുക്ക് വിളമ്പി കൊടുത്ത് ഇന്നത്തെ ദിവസത്തെ ആദ്യ ഭക്ഷണം ഇവിടെ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ കുറുമ അത് കാലത്ത് നമ്മള് ക്രിസ്മസിന്റെ അന്ന് കഴിക്കണം. 3 കഷ്ണം ചിക്കിട്ടുണ്ടാകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യം എനിക്കിതാ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ അധ്വാനിക്കണം. നമ്മൾ ഒരുവിധമൊക്കെ നമ്മൾ കുഞ്ഞുള്ളിയിലാണ് ആക്കാട്ടോ, പക്ഷെ ഒരു ഭയങ്കര കുഞ്ഞുള്ളിയാണ്. വെള്ളത്തിലിട്ടാൽ മതി മുട്ടാൻ. ക്രിസ്മസിന്റെ ഓർമ്മകൾ പറയൂ ഭാഗ്യ. ഹായ് ഗൈസ് എന്ന് ഭാഗ്യ. ക്രിസ്മസിന്റെ ഓർമ്മകൾ എന്തിനാ, പണ്ടൊക്കെ 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് കരോളിനൊക്കെ പോകാറുണ്ട്. ഇവിടുത്തെ കൂട്ടുകാരികളും എല്ലാവരും കൂടി. ഞാൻ എഴുതിയ പാട്ടല്ലേ അത് പാടി ഹിറ്റായതാ ആ സമയത്ത്. ഇപ്പൊ ഹിറ്റൊന്നാവില്ല. പുൽക്കൂട്ടിലെ പൊൻതാരമേ കരുണാമയനാം യേശുദേവ
പുൽക്കൂട്ടിലെ പൊന്താരമേ കരുണാമയനാം യേശുദേവാ, കാലിത്തൊഴുത്തിൽ നീ ജാതനായി പാവങ്ങൾക്കെന്നും നീ ആശ്രയമായി. നിന്റെ നാമം പാരിയിലെന്നും വാഴ്ത്തുവാൻ ഞങ്ങളിന്നേറ്റുപാടാം. നിന്റെ നാമം പാരിയിലെങ്ങും വാഴ്ത്തുവാൻ ഞങ്ങളിന്നേറ്റുപാടാം. പുൽക്കൂട്ടിലെ പൊൻതാരമേ കരുണാമയനാം യേശുദേവാ. എവിടേക്കോ അർജന്റായിട്ട് പോയി ആള്. ഞാൻ കേട്ടു മനസ്സിലായില്ലേ പാട്ടിന്? അത് കേട്ടു, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറില്ല. സീസൺ ആകുമ്പോ ഭാഗ്യം ഓരോരോ പാട്ടുകൾ പാടും, അതിലുള്ളതാണ് നമ്മുടെ ഈ പാട്ട്. നന്നായിണ്ട്. ഹാപ്പി ക്രിസ്മസ് പറയാം അവരോടത്ത്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. അടുത്ത ആഴ്ച പറഞ്ഞാൽ മതി. അപ്പോഴേക്ക് വേറെ വ്ളോഗ് വരുന്നു. ഞങ്ങളുടെ അലുവയും അതുപോലെ തന്നെ വട്ടയപ്പം നിങ്ങൾ കണ്ട. ഞാൻ സൺഡേ എന്നാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും തിരക്കിലാവുന്നു. അപ്പൊ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാൻ പോയി കാണും. എന്നിട്ട് അതും കൂടി ഇതിന്റെ ഒപ്പം ഉണ്ടാക്കിക്കോളാം, നല്ലതാണ് ക്രിസ്മസ് വൈബ് വരുള്ളൂ. ഇളയമയുടെ അലുവയും അതുപോലെ തന്നെ വെള്ളയപ്പവും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതൊരു ഗംഭീര വിഭവവും ഗംഭീരമായിട്ടുള്ള റെസിപ്പി ആയിരുന്നു. ഇവിടെ ഉണ്ടാക്കി അന്ന് തന്നെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാടാ. അങ്ങനെ നമ്മുടെ ആ കാലത്തെ പരിപാടിയിലെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടേ പതുക്കെ ഉച്ചയ്ക്കുള്ള പരിപാടികൾ ആരംഭിക്കാന്നാണ് വിചാരിക്കുന്നത്. നമ്മളെന്താ വെക്കാൻ പോണേ? ബീഫും കാലത്തുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി നേരം കിട്ടും. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ആ വക പരിപാടികളൊക്കെ കഴിയുമല്ലോ. പിന്നെ നമുക്കൊരു 9 മണി വരെ അതിനുള്ള കാര്യങ്ങൾ ഒരുക്കലാണ്. വീട്ടില് ഭർത്താക്കന്മാര്, അമ്മമാര്, അച്ഛന്മാര് നമ്മൾ അടുക്കളയിൽ വലിയ കാര്യമായിട്ട് സഹായിക്കാൻ അവർക്ക് അറിയില്ല എന്ന് അവർ അവകാശപ്പെടുന്ന ആൾക്കാരുടെ കയ്യിലുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ അല്ലെങ്കിൽ വക സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് പറയാം ഇതൊക്കെ നന്നാക്കി തായോ എന്ന് പറയാം. അത് അവരറിയില്ല എന്ന് പറയില്ലല്ലോ. ഞാനങ്ങനെ ഭാഗ്യനോട് പറഞ്ഞു നോക്കി, ഭാഗ്യം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ എല്ലാ ഡിഷിലേക്ക് ഈ സംഭവങ്ങൾ ആവശ്യമാണല്ലോ. അപ്പം ഞാൻ അതൊന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും ഇത്തിരി ഉപ്പും നമ്മുടെ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അടിച്ച് സെറ്റാക്കി വെക്കുക. എന്നിട്ട് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികൾ ചടവളയവനെ കഴിഞ്ഞു. സവോള എവിടെ വെച്ച് ബാക്കി വന്നിട്ടുണ്ട്. കൈസഹായത്തിന് ഭാഗ്യം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഈ അരിയൽ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. സവാള അരിയലും ഉള്ളി അരിയലും വെളുത്തുള്ളി അരിയലും ഒക്കെ ആണല്ലോ നമുക്ക് കുറച്ചും കൂടി പ്രകൃതി പിടിച്ച പരിപാടികൾ വരിക. ഈ സദ്യ ആണെങ്കിലാണ് നമ്മൾ പച്ചക്കറി അരിയ. ഇതിനെ സദ്യ എന്ന് പറയില്ല അല്ലേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ വിളമ്പി ഇങ്ങനെ നിറയെ വിഭവങ്ങൾ വിളമ്പി വെക്കുന്നതിനെ സദ്യ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട്. അത് കാരണം ഈ സദ്യ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ പച്ചമുളക്, നാടൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് കല്ലുപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി പേസ്റ്റ് ആക്കി എടുക്കും. അപ്പോൾ ഇത് 2-3 മാസം വരെ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് കുറച്ചധികം വിഭവങ്ങളുള്ള കാരണം കൊണ്ട് ഇത് ഇന്ന് തന്നെ കഴിയാനാണ് ചാൻസ്. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അച്ചാറിടുകയും അല്ലെങ്കിൽ നമ്മുടെ നോൺ വെജ് ഐറ്റംസിൽ ചേർക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ തക്കുട് കുട്ടൻ കുഞ്ഞു മണി വന്നിട്ടുണ്ട്. അവരെ നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. നല്ല ഒരുപാട് വെള്ളം ഉള്ള ഒരു ഇറച്ചിയൊക്കെയുള്ള നന്നായിട്ട് മാംസമൊക്കെയുള്ള ഒരു ചിക്കനായിരുന്നു. അപ്പോൾ അവനെ മൊത്തത്തിലൊന്ന് വരഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കണ്ടേ. ഇവിടെ ശ്രീകുട്ടൻ്റെ ഐഡിയ ആയിരുന്നു അമ്മ ഫുള്ളായിട്ടുള്ള ഒരു ചിക്കൻ വെറൈറ്റി ആയിട്ട് ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ പറഞ്ഞതല്ലേ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന്. പിള്ളേരെ ഓരോരോ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ കാരണന്മാരല്ലേ ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങനെ മൊത്തത്തിൽ അവനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആകെ വരകളൊക്കെ ഇട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഭാഗ്യം കൊണ്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം സെറ്റാക്കി എടുക്കാം.
അങ്ങോട്ട് മാറിക്കിടക്കണേ കുട്ടി പിശാചിന്ന്. അങ്ങനെയല്ല കേട്ടോ, നമ്മൾ നമ്മുടെ ചിക്കനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഉള്ളി, അതുപോലെ കുഞ്ഞുള്ളിയാണ് നമ്മൾ എല്ലാത്തിലും ഉപയോഗിക്കുക കേട്ടോ. കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട്, നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് നമ്മൾ ആക്കി വെക്കുന്നതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇടുന്നത് ഈ മാഗി ക്യൂബ്സ് ആണ് കേട്ടോ. നൂഡിൽസ് മസാല ഇട്ടാലും മതി, മാഗി ക്യൂബ്സ് ആകുമ്പോൾ വെറൈറ്റി ടേസ്റ്റ് വരും. പിന്നെ ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ ചിക്കൻ്റെ മസാലകൾ പോലെ തന്നെ. പിന്നെ കുരുമുളക് നമ്മൾ എല്ലാത്തിലും ചേർക്കും. മസാല നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന മസാലയായ കാരണം കൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പ് ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കാശ്മീരി ചില്ലിയും പിന്നെ കാശ്മീരി ചില്ലിയിലെ തന്നെ ആ ഒരു മുഴുവൻ മുളകുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ടേ നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലതായിട്ട് തന്നെ ഡാർക്കായിട്ടിരിക്കും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് ചൊറുക്ക നേർപ്പിച്ച് ഒഴിച്ചിട്ടോ നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പേസ്റ്റ് വരില്ലേ, ആ പേസ്റ്റ് നമ്മുടെ ഇതിലേക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് വറുത്തെടുത്താൽ മതി കേട്ടോ. കുക്കറിലൊന്നും വെക്കണമെന്നില്ല, ജസ്റ്റ് നമ്മുടെ ചീഞ്ചട്ടിയിൽ വറുക്കാൻ പറ്റും. പിന്നെ ഞാൻ അതിലിത്തിരി സോയാ സോസും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ കൈ ഇന്നലെ ഒന്ന് മുറിഞ്ഞായിരുന്നടാ, അത് കാരണം കൊണ്ട് എനിക്ക് ചെറിയൊരു ഭയമുണ്ട് ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പച്ചമുളകൊക്കെ നല്ല എരിവുള്ളതായിരുന്നേ, എന്നാലും കൈ കൊണ്ട് തേച്ചില്ലെങ്കിൽ ആ ഒരു മനസുഖം കിട്ടില്ല എന്ന് പറയില്ലേ, അത് കാരണം ഞാൻ കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക ചെയ്തത് കേട്ടാ. ഇനിയൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഉള്ളിൽ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ സവോളയോ മുട്ട പുഴുങ്ങിയതോ ഒക്കെ വെക്കാം. അപ്പോൾ ഇത്രയും വിഭവങ്ങളുള്ള കാരണം കൊണ്ട് ഒത്തിരി ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാതെ ജസ്റ്റ് ചിക്കനെ മാത്രം ശ്രീകുട്ടൻ്റെ ആഗ്രഹപ്രകാരം ഇങ്ങനെ മൊത്തത്തിലൊന്ന് പൊരിച്ചെടുത്തത് കേട്ടാ. പുള്ളിക്കാരി ഇനി കുറച്ചു നേരം വിശ്രമിക്കട്ടെ, അതും ഫ്രീസറിന്റെ ഉള്ളിൽ ഒരു 10-15 മിനിറ്റ്. അടുത്ത നമ്മുടെ പരിപാടി ബീഫ് വെക്കുക എന്നുള്ളതാണ്. ബീഫ് നന്നായിട്ട് കഴുകി ഇതാ വെള്ളം മുഴുവൻ വാറ്റി കളഞ്ഞിട്ട് വേണം എടുക്കുക, അല്ലെങ്കിൽ വെള്ളം മുഴുവൻ. 3 കിലോ ബീഫാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഭാഗ്യന് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിവിടെ മട്ടൻ കഴിക്കാത്ത കാരണം കൂടുതലും ബീഫാണ് കഴിക്കുന്നത്. ശ്രീകുട്ടന് നന്നായിട്ട് ബീഫ് കഴിക്കും, ഞാനാണ് അതിൽ ഇത്തിരി കുറവ് കഴിക്കുന്ന ഒരാൾ. എനിക്കിതൊക്കെ വെച്ച് വരുമ്പോൾ അത് കഴിക്കാൻ വലിയ മൂടൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ബീഫ് കഴിക്കാം കേട്ടാ. എപ്പോഴെങ്കിലും ഒരു കുട്ടി ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് മൊബൈൽ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഷോർട്സ് മൊബൈൽ പിടിക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ നമ്മുടെ ഫാമിലി കാണുന്നത് ക്യാമറയിൽ ഇത്തിരി ക്ലാരിറ്റിയിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പേസ്റ്റും, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൂ. പിന്നെ കല്ലുപ്പിലാണ് നമ്മളെല്ലാം ചെയ്തെടുക്കാറ്. എനിക്ക് കല്ലുപ്പാണ് പൊടിപ്പിനേക്കാളും കൂടുതൽ വശട്ടാ. ഞാൻ കല്ലുപ്പ് ഇട്ട് ശീലിച്ച കാരണം കൊണ്ടാവും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾക്ക് കുഴച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് വലിയ കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 3 തൊട്ട് 4 വിസിൽ വരെ മതി. നമ്മുടെ കുക്കറിൻ്റെ വിസിലിൻ്റെ ആ ഒരു ക്രമം അനുസരിച്ച് ഇതിൻ്റെ വേവും കൂടിയും കുറഞ്ഞിരിക്കും. എൻ്റെ ബീഫ് ഇത്തിരി വേവ് കൂടി പോയായിരുന്നു, ഇത്തിരി കയ്യബദ്ധം നാറ്റിക്കരുതെന്ന്. അപ്പോൾ നമ്മുടെ ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോർക്കുമ്മയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. പോർക്ക് കണ്ട വലിയ നീളം കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ചില്ലി പോർക്ക് വെക്കാനാന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് റിബ്സിന്റെ ഭാഗങ്ങൾ എടുക്കണം. ഒരിക്കലും നമ്മൾ എന്താ പറയാ ഇങ്ങനെ ഒരുപാട് മാംസം മാത്രമുള്ള ഭാഗങ്ങളായിട്ട് അങ്ങനെ എന്തോ റിബ്സിന്റെ ഭാഗം എടുക്കണം എന്നാ ചേട്ടനോട് പറഞ്ഞു തന്നു. നല്ലൊരു ചേട്ടനായിരുന്നു ആ ചേട്ടൻ പറഞ്ഞു തന്ന അറിവിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ നമ്മളിങ്ങനെയല്ല വെക്കാറ്. ഇപ്പൊ ചേച്ചി അമ്മയൊക്കെയല്ല ഞാൻ വെക്കുന്നത് കാണാറുള്ളത്. നമ്മളെല്ലാവരും വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കൊണ്ടുവന്നിട്ട് 2 കഷ്ണം 3 കഷ്ണം ആക്കിയിട്ട് നമ്മളതിനെ ഉപ്പും മുളക് ഇട്ടിട്ട് വേവിച്ചെടുക്കും. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് അരിയ ചെയ്യാറ്. ഇന്നിപ്പോ ഭാഗ്യം നേരില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഇതേ കണ്ടായിരിക്കും ഇങ്ങനെ കഷ്ണങ്ങളായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എത്രമാത്രം പോസിബിൾ ആണ് വേവിച്ചെടുക്കാന്ന്. മറ്റേതാകുമ്പോൾ നമ്മുടെ ആ ഒരു പരുവത്തിന് വേവിച്ചെടുക്കാം. ഇതെനിക്ക് കുഞ്ഞു കഷ്ണങ്ങളാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. വെല്ലുവിളികളായിട്ട് എടുക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും. പറ്റില്ല എന്ന് പറഞ്ഞിരുന്നോ ജീവിതത്തിൽ ഒന്നും നടക്കില്ല മക്കളെ, ഒന്നും നടക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബീഫിനും ചെയ്ത പോലെ തന്നെ നമുക്ക് പോർക്കിനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോർക്ക് എടുത്തിട്ടുണ്ട്. പോർക്ക് എല്ലാവരും കഴിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നമ്മുടെ ഇവിടെ ക്രിസ്മസിന് പോർക്ക് മസ്റ്റാണ് കേട്ടോ. അതും നമ്മൾ സെയിം ഒരു സംഭവം വെച്ചിട്ട് തന്നെയാണ് മാരിനേറ്റ് ചെയ്യണത്. ഉണ്ടാക്കുന്ന രീതി മാത്രമേ വ്യത്യാസമുള്ളൂ. മാരിനേഷനൊക്കെ ഒരുപോലെ തന്നെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി,
അതുപോലെ തന്നെ ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് മസാല ചേർത്തിട്ടുണ്ടെങ്കിൽ ഏത് മീറ്റാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫ്ലേവർ വരില്ല എന്നാണ് ഭാഗ്യ അഭിപ്രായപ്പെടാറ്. അത് കാരണമാണ് നമ്മളെല്ലാം കുറച്ച് ചേർക്കണത് കേട്ടോ. പിന്നെ ഇവിടെ എരിവും ഇപ്പോൾ വളരെയധികം കുറച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പ്രായം മുന്നോട്ട് പോകുന്നതോറാണല്ലോ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇപ്പോൾ ബീഫിലേക്കും പോർക്കിലേക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ബാക്കി ഐറ്റംസൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി വെക്കാം കേട്ടോ. സവോള ഭാഗ്യൻ ശരിയാക്കി തന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ഏൽപ്പിക്കുന്നത് നല്ലതായിരിക്കും ഈ വക പരിപാടികളൊക്കെ. അങ്ങനെ വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അരിഞ്ഞ് വൃത്തിയാക്കി വെക്കുമ്പോൾ കുക്ക് ചെയ്യാനും കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഭാഗ്യം അവിടെ മീൻ നന്നാക്കുന്നുണ്ട്, പോയാലോ കാണാൻ വേണ്ടിയിട്ട്. ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ തോട്ടിലത്തെ മീനാണ് കറി വയ്ക്കുന്നതും വറക്കുന്നതും. കറി വയ്ക്കണ്ട, ഇതാ വറക്ക മാത്രം. വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. എനിക്ക് ഇഷ്ടമല്ല ഇതൊന്നും കാണുന്നത്. കാണുന്നത് ഇഷ്ടല്ലേ? ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം. ഭാഗ്യം നമുക്ക് മീൻ നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ പുളിവെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയാ, ഒന്ന് പുളിവെള്ളത്തിലിട്ട് അതിൻ്റെ ആ ഒരു കറുത്ത കളറൊക്കെ ഉണ്ടല്ലോ അത് കളഞ്ഞെടുക്കലാണ് പതിവ് കിട്ടാ. അപ്പോൾ നമുക്ക് ഇതിവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം സവോള അരിഞ്ഞ് നമ്മുടെ പോർക്കും അതുപോലെ തന്നെ ചിക്കനും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. ഇതൊക്കെ വരട്ടണം, കുറച്ച് നേരം അടുപ്പത്ത് കിടക്കണം അല്ലാതെ. പിന്നെ നമുക്ക് സവോളയിൽ ഈ പരിപാടികൾ ചെയ്യുന്നത് അത്ര വലിയ ഇഷ്ടമല്ല ഇവിടെ ആയിരിക്കും. ചെറിയൊരു മധുരം ഫീൽ ചെയ്യുന്ന എല്ലാവരും പറയണം. അപ്പം നമ്മൾ കുഞ്ഞുള്ളിയിലാണ് എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ബീഫ് ഞാൻ നമ്മുടെ ഉരുളിയിലാണ് വയ്ക്കാൻ പോണത് കേട്ടോ. ഈ ഉരുളി എവിടുന്ന് ശ്രീ മേടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉരുളി എനിക്ക് എൻ്റെ അനിയത്തി നമ്മുടെ വടകരയിലുള്ള അമ്മയുടെ കസിൻ്റെ മോള് ഹർഷ എനിക്ക് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് പ്രസൻറ്റേഷൻ തന്നതാണ്. അപ്പോൾ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ചോദിച്ചായിരുന്നു എവിടുന്നാണ് ശ്രീ മേടിച്ചതെന്ന്. ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ചോദിച്ചായിരുന്നു ഇത് എവിടുന്നാണ് മേടിച്ചേടാന്ന്. കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് എനിക്ക് ചോദിച്ചു. ഇപ്പോൾ ഇളയമ്മ അത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേ ഇളയമ്മയിൽ എന്തിട്ടുണ്ടാക്കി അലുവ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചായിരുന്നു ഇത് എവിടുന്നാണ് മേടിച്ചതെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തുണ്ട്. ബീഫ് നമുക്ക് ഇതിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് അലുവ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ ഇളയമ്മ അലുവ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ഇത് എവിടുന്ന മേടിച്ച് ശ്രീന്ന് 1-2 പേര് ചോദിച്ചായിരുന്നു. ഇതെനിക്ക് എൻ്റെ അനിയത്തി ഹർഷ അമ്മയുടെ കസിൻ്റെ മോള് വടകരയുള്ളത് ആള് പ്രസൻറ്റ് ചെയ്തതാണ് കേട്ടോ. അത് കാരണം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ ഹൗസ് വാമിങ്ങിനൊക്കെ ആള് പ്രസൻറ്റേഷൻ തന്നതാണിത്. അടിപൊളിയാണ്. ഇതിൻ്റെ ചെറുതുണ്ട് എൻ്റെ കയ്യിൽ, ഒട്ടും കനലില്ലാത്തത്. അത് നമ്മൾ കണി വയ്ക്കാൻ ഉപയോഗിക്കും. ഇത് നമുക്ക് കറി വയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റണ പോലത്തെ നല്ല കനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മണിയും ടീംസും കിടന്ന് ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിലാണ് നമ്മുടെ ബീഫ് വരട്ടി എടുക്കാൻ പോകുന്നത്. കൊള്ളൂന്ന് പ്രതീക്ഷിക്കും. കൊള്ളും. നമുക്കിങ്ങനെ ഡ്രൈ ആക്കി വരട്ടിയെടുക്കാമെന്നാണ് പ്രതീക്ഷിക്കണേ. അങ്ങനെ നമ്മൾ നമ്മുടെ ഇവിടെ ആകുമ്പോഴേ എനിക്കിങ്ങനെ ഇരുന്ന് ചെയ്യാം. തൊട്ട് മുന്നിൽ കാടുണ്ട്. എനിക്കിങ്ങനെ കാട് ഇങ്ങനെ കണ്ടിരുന്ന് ഇങ്ങനെ ഇളക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പം നമ്മുടെ സ്വർണ്ണുരുളിയിൽ നമുക്ക് കറികൾ തയ്യാറാക്കാം. കറിയല്ല, ബീഫ് തയ്യാറാക്കാം. പിന്നെ ഒരു കാര്യം, ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഉരുളിയുടെ കളറ് മാറും എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ജീവിത പാഠങ്ങൾ അല്ലേ. അങ്ങനെ നമ്മുടെ കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട്. ആ കുഞ്ഞുള്ളി നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സംഭവങ്ങളൊക്കെ സെറ്റാക്കി അവിടെ വെക്കാം. ആക്ച്വലി ഈ സവോള ഇടുമ്പോഴേ ഒരു മധുരം വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുള്ളി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളി ആകുമ്പോൾ നല്ല സ്പൈസി ആയിട്ട് പിറ്റേ ദിവസം നമുക്ക് 2 പെഗിൻ്റെ ഒക്കെ അപ്പോൾ അടിക്കാവുന്ന രീതിയിലുള്ള റോസ്റ്റ്, അച്ചായമാരുടെ റോസ്റ്റ് ഇല്ലേ, ബീഫ് റോസ്റ്റ്, അത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അയ്യോ, വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയിലെ സംഭവങ്ങളെല്ലാം എന്താ ചട്ടിയിലേക്ക് പോയി. നമ്മൾ സവോള ഇച്ചിരി ഇട്ടിട്ടുണ്ട്, ഒരു 2-3 എണ്ണം. ഇത്ര അധികം ഉള്ളതല്ലേ, 3 കിലോനാണ് കേട്ടോ നമ്മൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് പച്ചമുളകും പിന്നെ വലിയ വെളുത്തുള്ളികളുണ്ടല്ലോ അത് കുറച്ച് അരിഞ്ഞിട്ടതും പിന്നെ കുറച്ച് കഷ്ണങ്ങളുണ്ടല്ലോ നമ്മുടെ ഇഞ്ചിയുടെ അതും കൂടി ചതച്ചിട്ടതൊക്കെ ആയിട്ട് അത് നന്നായിട്ട് വഴണ്ട് വരണം. നല്ല മണം വരണം നമ്മുടെ ആ കുഞ്ഞുള്ളി ഇങ്ങനെ വഴണ്ടതിൻ്റെ മണം. അപ്പോൾ നമ്മുടെ മസാലപാത്രം അങ്ങോട്ട് എടുക്കുക. മസാലപാത്രം ആ സമയത്തൊക്കെ നല്ല ഉപകാരപ്രദത്തിലായിട്ടോ. കാരണം ഇത് കൊണ്ട് നടക്കണ്ടല്ലോ ഒരുപാട് പാത്രങ്ങൾ. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാല ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, സാദാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് അതിൽ കൊള്ളുക. അതെനിക്ക് കാണാപാടാണ്.
ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ആവശ്യാനുസരണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മുടെ ഒരു ലെവലിനാണ് നമ്മൾ ഇടേണ്ടത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു മണം വരും. അപ്പം നമുക്ക് ഈ വെള്ളം ഉണ്ടല്ലോ, ബീഫിലത്തെ വെള്ളം, അത് നന്നായിട്ടൊന്ന് ആ ഒരു ഗ്രേവിയിൽ വറ്റിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് റോസ്റ്റ് ചെയ്ത് വരുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബീഫ് ഇത്തിരി വേവ് കൂടിയെന്ന്. അത് കാരണം കൊണ്ട് എനിക്ക് മൊത്തം വെള്ളത്തിലിട്ടിട്ട് ബീഫ് വീണ്ടും വേവിച്ചിട്ടുണ്ടെങ്കിൽ വേവ് കൂടിയാലോ എന്ന് വിചാരിച്ച് ആ വെള്ളം വറ്റിച്ചിട്ടാണ് പിന്നെ നമ്മൾ ബീഫ് ഇട്ടത് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഈ ബീഫ് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടിട്ട് ഇനി 1.5 മണിക്കൂറിൻ്റെ പരിപാടിയുണ്ട്. ഇതിനെങ്ങനെ ഇളക്കി 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 വറ്റിച്ച് സെറ്റാക്കി എടുക്കണം. ഇവിടെ ബീഫ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മട്ടൻ അങ്ങനെ ആരും കഴിക്കാറില്ല. മട്ടൻ നമ്മുടെ വീട്ടിൽ ഞാൻ ഇതുവരെ മട്ടൻ കഴിച്ചിട്ടില്ല. എനിക്ക് മട്ടൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന മണിക്കും നമ്മുടെ പരിവാരങ്ങൾക്കും നമ്മുടെ ശ്രീകുട്ടനും ഇങ്ങനെ ഇച്ചിരി മുളകിൽ വേവിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ബീഫില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് നമുക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ ചുറ്റുവട്ടമുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ആഘോഷിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ മാറ്റി വെച്ച ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ ഒപ്പൊക്കെ തിന്നാൻ സൂപ്പറാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒന്നും കൂടി വറ്റിച്ചെടുത്തു. നല്ല ചൂട് ചോറും ചൂട് ബീഫും. എനിക്ക് കൊതി കൂടിയിട്ട് വന്നിരിക്കണമെന്നല്ല കേട്ടാ, എനിക്ക് മണ്ണുത്തിയിലേക്ക് പോകണം, കടയിൽ പെട്ടെന്ന് പോകണം. അത് കാരണം ഇത്തിരി ചോറിലിട്ട് പോകാന്ന് വിചാരിച്ചിട്ടാ അല്ലേ. ഭാഗ്യം എന്താ കടയിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റിലേക്ക് ഇങ്ങനെ ചൂടുള്ള പാത്രത്തിൽ നിന്ന് ഇങ്ങനെ പ്ലേറ്റിലേക്ക് കോരിയിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക രുചിയാണ്. അത്ര ഭാഗ്യം പറയുന്നതാണ് കേട്ടോ. നമ്മൾ കോരിയെടുത്ത് കൈയോട് കഴിക്കാറ് മതി ഉപ്പ് നോക്കാൻ നേരത്തെ. അപ്പോൾ നമ്മളിനി പോർക്ക് വയ്ക്കാൻ പോവാണ്. പോർക്ക് ഒരുപാട് പേര് കഴിക്കാത്തതുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ റെസിപ്പി നിങ്ങൾ വേറെ ഏതെങ്കിലും മീറ്റിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ നാളികേരം വറുത്ത് കോരിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോള, പച്ചമുളക്, കറിവേപ്പില ഇതുപോലെ വഴട്ടിയെടുക്കുക. നമ്മുടെ നേരത്തെ ബീഫ് വെച്ച അതേ ഒരു രീതി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ നാളികേരം വറുത്തിടുന്നു മാത്രം. അപ്പോൾ ആ പോർക്കിൻ്റെ നെയ്യിലിനെയാണ് ഞാൻ നാളികേരം വറക്കുന്നത്. അത്യാവശ്യം ഒരു മുറി ഫുള്ള് നാളികേരം നമ്മൾ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഉപ്പും കാശ്മീരി ചില്ലിയും കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫ്ലേവറുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ചിലവർക്ക് പെരിഞ്ജീരകത്തിൻ്റെ മണം ഇഷ്ടമില്ലാത്തവരുണ്ടാവും, വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പം നമ്മുടെ വായിക്കനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചില പൊടികൾ ചിലർക്ക് പറ്റുക പോലും ഇല്ല. അപ്പോൾ ഭാഗ്യന് നാളികേരം പാലൊന്നും വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് ഒഴിവാക്കി ബാക്കിയുള്ള കറികൾ ചെയ്യും, അല്ലെങ്കിൽ അത് ഒഴിവാക്കി അവർക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ച് ഉണ്ടാക്കലൊക്കെയാണ് പതിവ്. അങ്ങനെ നമ്മുടെ പോർക്കിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നെയ്യുള്ള കാരണം കൊണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു അരിപ്പ പോലത്തെ സംഭവത്തിൽ കോരിയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ ഇത് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിരിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിവാക്കുന്നത് തന്നെയല്ലേ നല്ലതെന്ന് വിചാരിച്ചു. പിന്നെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ ചൂടാക്കി നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ, നോൺ വെജ് മാത്രം. പിന്നെ എനിക്ക് ഇതൊന്നും ഇനി 2 ദിവസത്തേക്ക് ഇറങ്ങില്ല. കാരണം ഇതിൻ്റെ മണമൊക്കെ അടിച്ച് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സെൻസേഷനൊക്കെ വിറുങ്ങലിച്ച് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നാളികേരം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ഗരം മസാലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കാശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഷ്ടമുണ്ടെങ്കിൽ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഇങ്ങനെ കരികരായിരിക്കണ രീതിയിൽ ഫ്രൈ ചെയ്ത് വരണം. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാം കേട്ടോ. ഇത് അമ്മയുടെ റെസിപ്പിയാണ്. നമ്മുടെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ, നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ല, എൻ്റെയും ഭാഗ്യൻ്റെയും കല്യാണത്തിൻ്റെ ടൈമിൽ അമ്മ തന്നെയാണ് എൻഗേജ്മെൻറ്റിൻ്റെ ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മ അന്ന് ട്രൈ ചെയ്തൊരു റെസിപ്പിയാണിത്. ഏതോ ഒരു ചേച്ചി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട്, ഒരു ദേഹരണത്തിന് വരുന്ന ചേച്ചി പറഞ്ഞു കൊടുത്തിട്ട്, അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്ത് പോണത്. അങ്ങനെ ഒരു റെസിപ്പിയാണിത്. ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ മറ്റേ കറി ഏകദേശം റെഡിയായി. ഇതാണ് സാധാരണ നമ്മുടെ പിഗ് വയ്ക്കുന്ന ഒരു സിസ്റ്റം. പക്ഷെ നമ്മളതിൽ ആ ഒരു നാളികേരം ഇതുപോലെ ഇങ്ങനെ വറുത്ത് പൊടിച്ചിടുമ്പോൾ അത് എക്സ്ട്രീംലി വേറൊരു ഫ്ലേവറിലേക്കാണ് എത്തുക. അപ്പം നമുക്ക് ആ ഫ്ലേവർ ഇഷ്ടമുള്ള കാരണം കൊണ്ട് നമ്മളത് ട്രൈ ചെയ്യണു. അതിനെ ഒന്ന് വരട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന വേറൊരു നാളികേരമൊക്കെ ഇട്ട ഒരു പിഗ് റെസിപ്പി ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു പോർക്ക് റെസിപ്പി ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റൊരു റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ നാളികേരം കൊത്തൊക്കെ ഇടാം കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യാവുന്നതാണ്.
തട്ടിപ്പൊത്തി ഫ്രിഡ്ജ് കയറ്റിയിട്ടുള്ള വേറൊരാളില്ലേ മുഴുവനോടെ, അതാ ആളങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആളെയും ഒന്ന് പൊരിച്ചെടുക്കാം. ഇയാളെ പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാത്രം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ ആ പാത്രത്തിലാണ് പൊരിച്ചെടുക്കുക. നല്ല അടി കട്ടിയുള്ളതാണ്. അത് കാരണം കൊണ്ട് സിമ്മിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവൻ അങ്ങോട്ട് ഇറങ്ങി വരികയും ചെയ്യും, ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും എല്ലാ ഭാഗത്തേക്കും കേട്ടോ. തക്കുട് കൂട്ടാൻ ദാ വൃത്തിയായിട്ട് വെന്ത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. മറിച്ചിടൽ വലിയൊരു ചടങ്ങായിരുന്നു മക്കളെ. ഇതിൻ്റെ കഴുത്തിലൊക്കെ പിടിച്ച് ഞാൻ തിരിച്ചിടാനൊക്കെ ശ്രമിച്ചു, പക്ഷെ അത് നടക്കണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും കോഴിയുമായിട്ടുള്ള ഒരു അംഗത്തിന് ശേഷമായിട്ടോ ലാസ്റ്റ് അവൻ ശരി എന്നാൽ ഞാൻ മറയാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. സംഭവം നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പുറത്തെ വശം കൂടെ നമുക്ക് വേവിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ടല്ലോ. അത് കാരണം കൊണ്ട് ഇനി ഇരിക്കട്ടെ. ഒരു 10-40 മിനിറ്റോളം ഞാൻ അവനെ വേവിച്ചെടുത്തു കേട്ടോ. അപ്പോഴാണ് നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ട് വന്ന് ഫ്രൈ ആയിട്ടിരുന്നുള്ളൂ. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടി. ഭാഗ്യം നന്നാക്കി എടുത്ത ആ മീനുണ്ടല്ലോ, അതിനെ നമുക്ക് വറ്റിച്ചും അതുപോലെ വറുത്തും എടുക്കണം. അപ്പോൾ അതിൻ്റെ ആ കറുപ്പ കളർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വാളംപുളി നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. നല്ല ചൂടുവെള്ളം വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ മീനങ്ങട് കെടുത്തി കുറച്ച് നേരം കുളിപ്പിക്കാനായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലൊരു സ്ക്രബ്ബർ കൊണ്ട് ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, വെളുത്ത് അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ കഷ്ണം കഷ്ണമാക്കി മുറിച്ച് കറിയോ വറക്ക് എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ കുറച്ച് നേരത്തെ ഞാനും മീനുമായിട്ടുള്ള മൽപ്പിടുത്തത്തിന് ശേഷം ഭാഗ്യൻ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഭാഗ്യം കടയിൽ പോയി വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പം മാറി മോനെ ഞാൻ സംഭവം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. മാറി എന്നപ്പോൾ പറയുന്നത് പിടിക്ക് സഹായിക്കുന്നു. അങ്ങനെ ഞാനതിനെ പിടിച്ച് കുഞ്ഞിയെ സ്ലൈസ് കഷ്ണങ്ങളായിട്ട് നമ്മൾ വളരെ നൈസായിട്ടുള്ള സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുരുമുളകും ഉപ്പും മാത്രം കൂട്ടിയിട്ട് പണ്ട് അച്ഛൻ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടെന്ന് തോന്നുന്നു. അച്ഛൻ ഇങ്ങനെ വറുത്ത് വലിയ ചില്ലുകുപ്പിയിലാക്കി വെക്കുകയായിരുന്നു അത്ര. ഇതിനല്ല ബ്രാലിന്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുകയായിരുന്നു. ഭയങ്കര ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഭാഗ്യം പറയാറുണ്ട്. അന്ന് കൊടുക്കാറില്ല, ഭാഗ്യന് കിട്ടാറുമില്ല എന്ന് പറയാറുണ്ട്. അതിന് പകരമായിട്ട് ഇപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത് മുഴുവനും ഭാഗ്യനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ മീനിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും അതോടൊപ്പം തന്നെ കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാരണ മുളക് പൊടിയും കൂടിയിട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൂട്ടാൻ വെക്കാൻ എടുക്കുന്നത്, അതായത് കറി വെക്കാൻ വറ്റിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മീനിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇതന്നെ നമുക്ക് വറുത്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ വേറെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്നും ഇടുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. കാരണം മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകുന്നതാണ് ഭാഗ്യം പറയാറുള്ളത്. അങ്ങനെ വീണ്ടും നമ്മൾ കുഞ്ഞുള്ളിനെ ഉപദ്രവിക്കാനായിട്ട് ചെന്നിട്ടുണ്ട്. കുഞ്ഞുള്ളി തന്നെയാണ് ഇന്നും എൻ്റെ ഏരിയ. പിന്നെ മീൻകൂട്ടാനിൽ നമ്മൾ സവാള ചേർക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ ഇവിടെ. അയ്യോ, എൻ്റെ ആ ചിരിയിൽ എവിടെയോ ഒരു അവശത ഫീൽ ചെയ്യുന്നുണ്ടോന്ന് ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ നല്ല എനർജറ്റിക് ആണ്. ഇന്ന് എല്ലാ പരിപാടികളും ചെയ്ത് വെച്ച് ക്രിസ്മസിന് അടിപൊളിയാക്കുമെന്നാണ് വിചാരിച്ചത്. ഞാനിത് ഇന്നലെ പോസ്റ്റ് ചെയ്യണം വിചാരിച്ച വീഡിയോ ആണടാ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ എഡിറ്റിങ് കഴിഞ്ഞില്ല. വേറെ കുറേ ആവശ്യങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ടൊക്കെയോ യാത്രയും പോകേണ്ടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും തലേദിവസം അത് അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു ക്രിസ്മസിൻ്റെ. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇതാ നല്ല എന്താ പറയുക മൂത്ത വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി നീളനെ അരിഞ്ഞത്, പച്ചമുളക് നീളനെ അരിഞ്ഞത്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നമുക്ക് ഇവനൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി നല്ലൊരു ഉള്ളി മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് കാശ്മീരി ചില്ലിയും കുറച്ച് മല്ലിപ്പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് വഴട്ടാം. പിന്നെ ഇത്തിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു പുളിക്ക് എന്നുള്ള ഇതിലും ആ ഒരു ടൊമാറ്റോയുടെ നമ്മുടെ തക്കാളിയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടും നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വെള്ളം ജാറ് കഴുകി അതിലേക്ക് ഒഴിച്ച് നമ്മുടെ ഒരു അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ റെഡിയാക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പിഴുപുളിയും അതുപോലെ തന്നെ കുടംപുളിയും ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മീനെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ നല്ല അടിപൊളി വറ്റിച്ച മീൻകറി കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുടംപുളിയും അതുപോലെ തന്നെ വാളംപുളിയും ഇട്ട മീനിന് വേറൊരു കല്യാണത്തിൻ്റെ ഒക്കെ നമ്മളിവിടെ തൃശ്ശൂർ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ടുള്ളവർക്ക് മീൻ വറ്റിച്ചത് കിട്ടില്ലേ, ആ ഒരു ടേസ്റ്റിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മീൻ വറുത്തെടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ.
സത്യം പറഞ്ഞാൽ മീൻ വറുത്തത് ഇങ്ങനെ നിരന്നിരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഹൈ ക്രിസ്മസ് ആയില്ലോ എന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് അലങ്കോല പരിപാടികൾ നടത്താം നമ്മുടെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ വറുത്തതും മീൻ കൂട്ടാനും. അപ്പോൾ ഒരുവിധം പരിപാടികളൊക്കെ സെറ്റായില്ലേ. ചാറായി, ഉപ്പേരിയായി. ഉപ്പേരി മീൻസ് വറവലും പൊരിയലും ഒക്കെ ആയല്ലോ. ഇനി നമുക്ക് കുറച്ച് സാമ്പാർ കഴിക്കാം. കാരണം നാളെ ഇരിക്കുമ്പോൾ എനിക്ക് സാമ്പാർ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. സാമ്പാർ നമ്മുടെ ഇവിടെ വറുത്തരച്ച സാമ്പാർ തന്നെയാണ് കേട്ടോ. പരിപ്പ് നമ്മൾ ആദ്യം ഒരു മത്തങ്ങയുടെ കഷ്ണമൊക്കെ ഇട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ അതിലാണ് സാമ്പാർ വെക്കണത് കേട്ടോ. ആ കരങ്ങൾ ആരുടെയെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഭാഗ്യൻ്റെയാണ്. അങ്ങനെ നമ്മൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മുരിങ്ങക്കായ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ചള്ളായ മുരിങ്ങക്കായില്ലേ, മൂക്കാത്തല്ലടാ, എന്താ പറയുക, മൂക്കാത്ത തന്നെ, അതൊക്കെയാണ് ഇപ്പോൾ കടയിലേക്ക് വരുന്നത്. അങ്ങനെ നമുക്ക് ഒരൊറ്റ വിസിലുമ്മ നിർത്താൻ പരിപാടി. ഞാൻ ബാക്കി പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കുമ്പളങ്ങയും കായും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അധികം പച്ചക്കറികളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ, നോൺ വെജ് ഉള്ള കാരണം കൊണ്ട് അങ്ങനെ അധികം ആർക്കും ഈ സാമ്പാറൊന്നും ഇറങ്ങാൻ വഴിയില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെയാണെങ്കിൽ സാമ്പാർ അടിച്ച് കയറി പൂട്ടാം. അപ്പോൾ നമ്മൾക്കതിൽ സാമ്പാർ പൊടി ഞാൻ ലോകം മുഴുവൻ തിരഞ്ഞിട്ടും എനിക്ക് ഒരു തുണ്ട് പോലും കിട്ടിയില്ലടാ. എന്നാ വിചാരിച്ചത് എൻ്റെ സാമ്പാർ പൊടിയും കൂടെ ആവാം ഇന്നത്തെ സാമ്പാറെന്ന്. ഞാൻ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കായും അതുപോലെ തന്നെ ഇച്ചിരി ഉലുവയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കായാണല്ലോ ആ സാമ്പാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കഷ്ണങ്ങൾ വേവാൻ പാകത്തിന് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ, ആ വിസിലിൻ്റെ മൊത്തം പ്രഷർ റിലീസ് ആവുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു കുക്കറിൻ്റെ പ്രത്യേകത. തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞ് ചട്ടി വെക്കുന്നു, അതിൽ എണ്ണ ഒഴിക്കുന്നു, നാളികേരം വറക്കുന്നു. ഇവിടെ വറുത്തരച്ച സാമ്പാർ മാത്രമാണ് കുറച്ച് അധികം ഇഷ്ടത്തോടെ കൂടെ എല്ലാവരും കഴിക്കുള്ളൂ. അപ്പം നമുക്ക് ഇതാ ഈ ഒരു സാമ്പാറിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്ത് വീണ്ടും ഇത്തിരി നേരത്തെ നമ്മളിട്ട പൊടികളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ ഇതുപോലെ തന്നെ നല്ല മണമുള്ള കായും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴട്ടി കൂട്ടി നല്ല ഒരു കരികര വരുമ്പോൾ നമ്മൾ കുറച്ച് പുളിവെള്ളം ഉണ്ടല്ലോ, നമ്മുടെ പിഴുപുളി, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പഞ്ഞി പോലെ, പഞ്ഞി പോലെയല്ല, വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടികളും ഏകദേശം കഴിയും കേട്ടോ. അങ്ങനെ നമ്മുടെ വേവിച്ച് വന്നിട്ടുള്ള കഷ്ണങ്ങളുണ്ട്. ഒരു കഷ്ണം പോലും ഉടഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല. ആ വിസിൽ കറക്റ്റായ കാരണം കൊണ്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുക്കറുകളുടെ ആ ഒരു കണക്കുണ്ടല്ലോ, അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ വേറൊരു കുക്കർ എടുത്ത് നമ്മൾ ശീലിക്കുകയാണെങ്കിലും വേറൊരു വീട്ടിൽ പോയിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ അബദ്ധം പറ്റാറുണ്ടാവില്ലേ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ആ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ നമ്മുടെ സാമ്പാറിൻ്റെ, അത് നമുക്ക് നല്ല കട്ടിയിലാണ് ഇവിടെ എല്ലാവരും സാമ്പാർ കഴിക്കുക. അത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അത് കാരണം ഒത്തിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വെണ്ടക്കായും തക്കാളിയും എണ്ണയിലൊക്കെ വറുത്തിട്ട് അടിപൊളിയാണ്. പക്ഷേ എനിക്ക് എണ്ണയിൽ വറുത്തിടാനുള്ള ക്ഷമ ഉണ്ടായില്ല. എനിക്കൊരു അച്ചാറും കൂടി ഉണ്ടാക്കിയിട്ട് വേണം എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ കണ്ട നല്ല കട്ടിയുള്ള സാമ്പാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ഒഴിച്ചു. മാത്രമല്ല നമ്മളിതിൽ കുറച്ചും കൂടി പിഴുപുളിയുടെ ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഒഴിച്ച് സെറ്റാക്കി പുളിയൊക്കെ ഒന്ന് പാകത്തിനാക്കി ഉപ്പൊക്കെ ഒന്ന് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മളിതിൽ വറുത്തിടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. എനിക്ക് എപ്പോഴും സാമ്പാർ വറുത്തിടുമ്പോഴേ ഭയങ്കര കൺഫ്യൂഷനാണ്. ഉള്ളി അരിഞ്ഞിടലാണോ കടുക് പൊട്ടിക്കലാണോ എന്ന് ഞാൻ എപ്പോഴും രണ്ടു വട്ടം ഒന്ന് ചിന്തിക്കും. അങ്ങനെ ഫൈനലി ഒരു വെജ് റെസിപ്പിയും കൂടി നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സദ്യയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാലത്ത് നമ്മൾ വന്നിരുന്ന സ്റ്റൈലും ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റൈലും എന്താണല്ലേ. അപ്പോൾ നമ്മുടെ ഒരുവിധ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അച്ചാറിൻ്റെ കുറവുണ്ടെന്ന്. അതായത് നമ്മുടെ കൈ കൊണ്ടുള്ള ഒരു അച്ചാറിൻ്റെ കുറവുണ്ടെന്ന് തോന്നി. അപ്പോൾ ഫൈനലി ഒരു 2-3 മാങ്ങ ഞാൻ ഭാഗ്യനെ കൊണ്ട് കടയിൽ നിന്ന് കൊണ്ടുവരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ചാറുണ്ടാക്കാൻ പോവാണ്. എൻ്റെ കിച്ചൻ്റെ അവസ്ഥയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഞാനത് ശരിയാക്കിയിട്ടേ എന്ന് ഓർമ്മയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പതുക്കെ ഒരു അച്ചാറും കൂടി ഇട്ടിട്ട് നമുക്ക് എടുക്കാം. അച്ചാറിട്ടാലും ഇൻസ്റ്റൻ്റ് അച്ചാറില്ലേ, നമ്മുടെ തട്ടിക്കൂട്ട് അച്ചാർ, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്.
മാങ്ങ ഇങ്ങനെ അരിയുമ്പോൾ അതിൻ്റെ കിരികിരി കിരികിരി ശബ്ദം കേൾക്കുമ്പോൾ പല്ലും തലരുള്ളിലും കിണു 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 എന്നൊരു പ്രത്യേക ഫീൽ വരുന്ന ആൾക്കാരുണ്ടോ? എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ പണ്ട്. പിന്നെ ഇപ്പോൾ കുറേയൊക്കെ ശീലമായി, കുറേയൊക്കെ മാറും നമ്മുടെ ശീലങ്ങൾ. അങ്ങനെ നമ്മൾ നാരങ്ങയല്ലടാ മാങ്ങ ദാ ഇതുപോലെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വലിയ പരിപാടിയൊന്നും ഇല്ല, കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിരുമ്പി കൂട്ടി വെക്കാം കേട്ടോ. എങ്കിലും പല കുട്ടികളെ എടുത്തു നോക്കിയാൽ ഈ കാലദൈർഘ്യം കുറവോ അധികമോ ആയേക്കാം. ശരാശരി കണക്ക് നോക്കിയാൽ 11ാം വയസ്സിൽ സ്തനവളർച്ച. നമ്മുടെ കുക്ക് എഫ് എമ്മിൽ കുട്ടികളുടെ ലൈംഗികത എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക, അല്ല കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇനി അച്ചാറിൻ്റെ, അതായത് ഇൻസ്റ്റൻറ്റ് അച്ചാറിൻ്റെ ബാക്കി പരിപാടിക്ക് കിടക്കാം. എണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കുറച്ച് ഉലുവേര പൊടിയും ഇട്ട് കൊടുത്ത്, ഓപ്ഷണലാണ് നമുക്ക് ഈ ഒരു വെളുത്തുള്ളി കേട്ടോ, കാരണം നമ്മൾ ചതച്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുത്ത് ബാക്കി നമ്മുടെ ആ ഒരു മുളക് പൊടി ഉണ്ടല്ലോ, അത് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് അച്ചാർ പൊടിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്ക് ചാറാക്കി അതിൽ കുറച്ച് ചൊറുക്കയുടെ വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചാറിയതും മതി കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങൾ ഇടുന്നേക്കാളും മുന്നേ നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് അച്ചാർ കേടുവരാറില്ല. എൻ്റെ നമ്മൾ കഷ്ണങ്ങൾ ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോഴാണ് അച്ചാർ കേട് വരുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ എണ്ണ കുറച്ച് മുകളിൽ തെളിഞ്ഞിരിക്കുന്ന രീതിയിലാക്കിയാലും ഈ അച്ചാർ കേടുവരാണ്ട് നിൽക്കും. അങ്ങനെ നമ്മൾ ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെത്തുമാങ്ങ ഉണ്ടല്ലോ, അത് നമുക്കിതിൽ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറും ദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായില്ലേ? നമ്മുടെ അടിപൊളി മീൻകറി, നമ്മൾ നിർത്തി പൊരിച്ച നമ്മുടെ ചിക്കൻ, നിർത്തി പൊരിച്ചതല്ല കെടുത്തി പൊരിച്ചതാണ് ചിക്കൻ. അങ്ങനെ നമ്മൾ വരട്ടിയെടുത്ത നമ്മുടെ പോർക്ക് നല്ല കഷ്ണങ്ങളാക്കി കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ, ബീഫ്, അച്ചാർ, സാമ്പാർ, എല്ലാം കൂടെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളുടെ എൻ്റെ വിശദീകരണം? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ശ്രീജ.